നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് വലിയ ആശങ്കയുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ആശങ്കപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ഫോൺ ഏതെങ്കിലും സമയത്ത് ഹാക്ക് ആകുമോ അല്ലെങ്കിൽ ഹാക്ക് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പല ആളുകളും ആശങ്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമായിട്ടും മൊബൈൽ ഹാക്ക് ആകുന്നത് നമുക്ക് ഏതെങ്കിലും ആളുകൾ ലിങ്ക് അയച്ചു തരിക, നമുക്ക് അറിയുന്നതോ അറിയാത്തതോ ആയിട്ടുള്ള, നമ്മൾ പരിചയമുള്ളതോ പരിചയമില്ലാത്തതോ ആയിട്ടുള്ള ആളുകൾ നമുക്ക് അയച്ചു തരുന്ന ഏതെങ്കിലും ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഹാക്കിംഗ് നടക്കാറുണ്ട്. അത്തരം ഹാക്കിങ്ങുകൾക്കാണ് ഫിഷിംഗ് മെത്തേഡ് എന്ന് പറയുക. അപ്പോൾ നമുക്കൊരു ലിങ്ക് ഇട്ട് തരും, ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ആക്സസ് അവരുടെ കയ്യിലേക്ക് എത്തുകയും അവർക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന OTP ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം പല സ്ഥലത്തും നമ്മൾ ആ കാര്യം പറയുന്നതുകൊണ്ട് OTP ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല എന്ന്. എന്നാൽ ഇവിടെ പ്രായമുള്ള ആളുകളൊക്കെ ചതിക്കപ്പെടുന്ന ഒന്നാണ്. OTP എന്ന് പറഞ്ഞാൽ പല ആളുകളും ധരിച്ചിരിക്കുന്നത് നമ്പറുകളാണെന്നാണ്. എല്ലാ OTP നമ്പറായിട്ടല്ല കാണിക്കുക. ചില OTPകൾ ഇംഗ്ലീഷ് ലെറ്ററുകൾ വരാറുണ്ട്. ഇപ്പോൾ ABCD എന്നുള്ള കോഡുകൾ വരാറുണ്ട്. ചില ആളുകൾ വിളിച്ചിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോഡ് വന്നിട്ടുണ്ട്, ABCD എന്നുള്ള കോഡ്, അത് അയച്ചു തരാൻ പറഞ്ഞാൽ സാധാരണപ്പെട്ട ഒരാൾ കരുതുക OTP എന്നാൽ നമ്പറാണ്, നമ്പർ അല്ലല്ലോ, അത് ഞാൻ പറഞ്ഞു കൊടുത്ത് എനിക്ക് പ്രശ്നമില്ലല്ലോ എന്ന് കരുതി പറഞ്ഞു കൊടുക്കും. അതും OTP ആണ്. അങ്ങനെ OTPയിലൂടെ നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ആകാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പിൽ നമ്മൾ പ്രവേശിച്ച് ആ ഒരു ആപ്പിലൂടെ ഏതെങ്കിലും ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഹാക്കിംഗ് സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് ഏതെങ്കിലും APK ആപ്പുകൾ തന്ന് നമുക്ക് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞ് ഏതെങ്കിലും ബാങ്ക് ആപ്പുകളൊക്കെ കാണിച്ച് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ ഹാക്ക് ആകാറുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാരണം കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ആകാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്ക് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ സെക്യൂർ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. ഞാനത് കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ മുകളിൽ നമ്മുടെ മെയിൽ ID കാണിക്കും. ഈ മെയിൽ IDക്കകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫോണിനകത്തുള്ള മുഴുവൻ മെയിൽ IDയും കാണും. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മെയിൽ ID ഏതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കുന്ന മെയിൽ ID ഏതാണെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഗൂഗിൾ അക്കൗണ്ട് എന്ന ഇതുപോലെ കാണാൻ സാധിക്കും. ഈ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇതുപോലെ കാണിക്കും. കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആൻഡ് സൈൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ കാണുന്ന സെക്യൂരിറ്റി ആൻഡ് സൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. കുറച്ച് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം യുവർ ലിങ്ക്ഡ് ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാം സി ഓൾ ലിങ്ക്ഡ് ആപ്സ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ എൻ്റെ ഫോണിനകത്ത് 14 ആപ്പ് ഈ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് കാണിക്കുന്നുണ്ട്. 14 ആപ്പിന് എൻ്റെ മെയിൽ IDയുമായി കണക്റ്റഡ് ആണ്. അതായത് ചില തേർഡ് പാർട്ടി ആപ്പുകളിലേക്ക് നമ്മുടെ മെയിലുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോണിനകത്ത് നിന്ന് എല്ലാ ഡാറ്റയും ഈ മെയിൽ വഴി അവരുടെ തേർഡ് പാർട്ടി ആപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയും അത് വെച്ച് നിങ്ങളുടെ അക്കൗണ്ടുകൾ ഹാക്ക് ആവുകയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഹാൻഡിൽ ചെയ്യുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പുകൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്ന് നോക്കുക. നമ്മൾ ഓപ്പൺ ചെയ്യാത്തോ നമ്മൾ ഉപയോഗിക്കാത്തതോ ആയിട്ടുള്ള ഏതെങ്കിലും ആപ്പുകളോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളോ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും എനിക്ക് ഞാൻ അറിയാത്തതോ അറിഞ്ഞതോ ആയിട്ടുള്ള ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പുകൾ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അറിയാത്ത ഏതെങ്കിലും ആപ്പോ വെബ്സൈറ്റോ അതിനകത്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് നിർബന്ധമായിട്ടും ഡിസ്കണക്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഏതാണോ നിങ്ങൾ ഉപയോഗിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്തത് ഉള്ളതെങ്കിൽ അതിനകത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ മെയിൽ IDയുമായിട്ട് കണക്റ്റ് ആയ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുന്നുണ്ട്. കുറച്ച് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ ഡിലീറ്റ് ഓൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഏറ്റവും താഴെ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ കാണിക്കും. ഇവിടെ വായിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മുടെ ഇമെയിലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് ഈ ഒരു ആപ്പ്. ഇവിടെ താഴെ കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ കാണാൻ സാധിക്കും ഈ ഒരു വെബ്സൈറ്റ് ഈ ആപ്പ് നിങ്ങളുടെ മെയിൽ IDയുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചത് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സെക്യൂരിറ്റി സൈൻ എന്ന് കാണുന്ന ഭാഗത്ത് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ യുവർ ഡിവൈസസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ കാണാം മാനേജ് ഓൾ ഡിവൈസസ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മെയിൽ ID ഏതൊക്കെ ഫോണിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ഡിവൈസിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ പേര് ഇവിടെ കാണിക്കും. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ മൊബൈൽ ഫോണാണ്. അതുകൊണ്ട് തന്നെ ഓപ്പോ കാണിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഉപയോഗിക്കാത്ത ഏതെങ്കിലും മൊബൈൽ ഫോൺ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടറോ ഇപ്പോൾ താഴെ ഭാഗത്തേക്ക് നോക്കുക ഇവിടെ ഒരു വിൻഡോസ് കാണിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ ഒരു കമ്പ്യൂട്ടറിൽ എൻ്റെ ഒരു മെയിൽ ID കണക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ മെയിൽ ID നിങ്ങളറിയാത്ത ഏതെങ്കിലും ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ആ ഓപ്പൺ ആകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കും. ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം സൈൻ ഔട്ട് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പോപ്പപ്പ് വരും. ഇവിടെ സൈൻ ഔട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിവൈസുമായിട്ട് നിങ്ങളുടെ മെയിൽ IDയുടെ കണക്ഷൻ ഒഴിവാകുന്നതാണ്.
അതോടുകൂടി നിങ്ങളുടെ ഫോണുമായിട്ടുള്ള ആ ബന്ധം ആ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ് ഡിസ്കണക്റ്റ് ആകും. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നിന്ന് എന്തെങ്കിലും ഡാറ്റകൾ ചോർത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക. നിങ്ങളുടെ ഫോണിനകത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.